ഇവിടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൻകാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുൾ റാഫിൾ സാഹിബ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കുവാൻ പോകുന്ന ഒരു ചെറുപ്പഴം എന്ന് ഡൽഹൗസി വിശേഷിപ്പിച്ച ഏത് പ്രദേശത്തെ? ആവധ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. നിസ്സഹകരണ സമരം ആരംഭിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾക്കും അവരുടെ വസ്തുക്കൾക്കുമെതിരെ അഹിംസാപരമായി നടത്തിയ ഒരു സമരമാർഗമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? വാഗൺ ട്രാജഡി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി കുടി അരശ് ഇ വി രാമസ്വാമി നായ്ക്കർ, വിവേകവർധിനി വീരേശലിംഗം, ഗുലാംഗിരി ജ്യോതിറാവ് ഫൂലെ. കൗമുദി ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടെയാണ്. കൊടുത്തിരിക്കുന്നവയെ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ഇനി നമുക്ക് ഇതിൻ്റെ വർഷം കൂടി ഒന്ന് നോക്കിയാലോ. ഫ്രഞ്ച് വിപ്ലവം 1789. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. റഷ്യൻ വിപ്ലവം 1917. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1775. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആസാം. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 4 ഉപഗ്രഹം. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടൈൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ മഹാനദി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയുമായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ഓപ്ഷൻ ഡി ബാർലി പയർവർഗ്ഗം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ ബി പശ്ചിമഘട്ടം. തിപായിമുഖ് ഡാം ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനു കാരണമാണ്? ഇന്ത്യ ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ശക്തികാന്ത ദാസ് 2024 26ാമത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിരുന്നു. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിന്റെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഉജ്ജീവനം പദ്ധതി. ഗോൾഡൻ റവല്യൂഷൻ അതായത് സുവർണ്ണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഹോർട്ടികൾച്ചർ. ഹരിത വിപ്ലവം കാർഷിക രംഗം, ധവള വിപ്ലവം പാൽ, രജത വിപ്ലവം മുട്ട, നീല വിപ്ലവം മത്സ്യം, മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കൾ, സുവർണ്ണ വിപ്ലവം പഴം പച്ചക്കറി, സിൽവർ വിപ്ലവം മുട്ട ഉൽപ്പന്നം, ബ്രൗൺ വിപ്ലവം രാസവസ്തുക്കളുടെയും തുകലിന്റെയും ഉൽപാദനം, മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തം ഉൽപാദന വർധന. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ PC മഹലനോബിസ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 109. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി 2, 3 ആണ്. മായം ചേർക്കൽ, തൊഴിൽ. താഴെ കൊടുത്തതിൽ
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വച്ച്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്. ഓപ്ഷൻ സി പി.കെ. തുംഗൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകുവാൻ കഴിയുന്ന ഉത്തരവുകൾ. ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ്, ക്വോ വാറന്റോ, സെഷ്വററി. അപ്പോൾ പ്രധാനപ്പെട്ട റിട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ് നിരോധനം, സെഷ്വററി, ക്വോ വാറന്റോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത്. ആൻസർ ഓപ്ഷൻ ഡി. അന്തർദേശ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണം. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി. ഭേദഗതി ഏതാണ്? 44. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ആഗസ്റ്റ് 5. കേരളത്തിലെ 14ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? ഓപ്ഷൻ ബി 2022 to 2027. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി കുടുംബശ്രീ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏതാണ് അല്ലാത്തത്? കുടുംബശ്രീ. താലോലം, സ്നേഹപൂർവം, ശ്രുതി തരംഗം ഇവയെല്ലാം സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതികളാണ്. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം 243(1)ഉം 243(y)യും. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് 22 രൂപ. സാന്ദ്രത കുറയുന്നതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം. ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആര്? വെങ്കരി മാതയ്. ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? എ.ജെ. ക്രോണിങ്. കേരളത്തിലെ ഏതു ജില്ലയിൽ കൊണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? കാസർഗോഡ്. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാത്തിലും കവിത ദർശിക്കുന്ന ഈ കവി ആരാണ്? പി. കുഞ്ഞിരാമൻ നായർ. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാര്? ഓപ്ഷൻ എ എബ്രഹാം വർഗീസ്. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ സെൻട്രൽ ജയിൽ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണികഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ തവന്നൂർ. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക വനിതാ ജയിൽ സൂപ്രണ്ട്. നെടുങ്കല്ലേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ പി.എ. ട്യൂഡി ജി.പി. 2005 വിവരാവകാശ നിയമത്തിലെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? വിജിലൻസ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുവാനുള്ള പരമാവധി സമയം 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഏതാണ്? വിവരം പരസ്യപ്പെടുത്തേണ്ട കോടതി വിധിയിലുള്ളവ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാര്? വൈസ് പ്രസിഡന്റ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 21(c). ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖയാണ് ഏത്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പറായി നിയമിക്കുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്.
3 വർഷം കാലയളവ് പുനർനിയമനത്തിന് യോഗ്യരാണ്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? സിഗ്മണ്ട് ഫ്രെയ്ഡ്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്.